ചേച്ചി ടെൻഷൻ അടിക്കില്ല ചേച്ചി. ചായ കുടിക്കുക, നമുക്ക് ആളെ ഒപ്പിക്കാം. അച്ഛൻ ഞാൻ പോവാ. ചെല്ലൂടി, വേഗം ചെല്ലൂടി, ഇല്ലെങ്കിലേ കളക്ടർ ഉദ്യോഗത്തിന് വേറെ ആളായി പോവും. അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, 4 മുതൽ 6 വരെ എനിക്ക് പ്രാക്ടീസ് ഉള്ളതാ. തന്നെടേ ഇടാ, ഈ പൈലറ്റെല്ലാം കൂടെ നിരന്ന് തോണ്ടണ ഈ കളിയുണ്ടല്ലോ. അയ്യോ തോണ്ടല്ല, ഇറ്റ്സ് വോളിബോൾ. എടാ ചെറുക്ക, ഈ സമയത്ത് വല്ല ക്രിക്കറ്റും കളിച്ചാലുണ്ടല്ലോ, വല്ല ബാങ്കിലെങ്കിലും പണി കിട്ടൂടാ. ഇതറിയായിരുന്നെങ്കിൽ നേരത്തെ ക്രിക്കറ്റ് കളിച്ചാൽ പോരായിരുന്നു. ഇങ്ങനെ ചായ അടിക്കുന്നതിന് പകരം വല്ല ബാങ്കിലും മാനേജർ ആയിരുന്നേ. ഈ കളിയുടെ ത്രില്ല് അറിയണമെങ്കിൽ അച്ഛാ ഒരിക്കലെങ്കിലും കളിച്ചു നോക്കണം. ചായ അടിക്കുന്ന ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ചുമ്മാ വഴിതെറ്റിക്കാനായിട്ട്. അളിയാ വണ്ടി എടുത്തു. ഇത് വെച്ചോ. ഇതുവഴി അങ്ങ് പോകാം. ഓ എന്നതാ ഭാർഗവിന്നില്ലയോ? ആരോ ഉണ്ട്. പേടിയ പള്ളി കാലേ ചുറ്റി. ബാക്കി 2 റൗണ്ടും വിഷ്ണുവിന്റെ ടീമിന്റെ അടുത്ത് അവന്മാരെ കളി. എന്താ നിങ്ങളുടെ ടീമിന്റെ പേര്? വേങ്ക ബോയ്സ്. നിങ്ങൾ എത്ര പേരുണ്ട്? 10-14 പേരുണ്ട്. നിങ്ങൾക്കൊരു ഗസ്റ്റ് കളിക്കാൻ വരാൻ പറ്റും? ഗസ്റ്റ് കളിക്കാൻ പോറുണ്ട്. ഏതാ ടീം? കരിങ്കുന്നം സിക്സസ്. ചുമ്മാ കളിയാക്കല്ലേ ചേച്ചി. ഇന്ത്യൻ ആർമി മുതൽ ഏത് ടീമിൽ നിന്ന് ഗസ്റ്റ് കളിക്കാൻ ആള് വരുന്ന ടീമാണ് കരിങ്കുന്നം സിക്സസ്. അവിടെയൊക്കെ നമ്മൾ. തമാശയല്ല. ഹായ് വന്ദന, ഓർമ്മയുണ്ടോ? കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഞാനും ഇതിൻ്റെ ഒരു ഭാഗമായി. ഞാനൊരു ചെറിയ ടീം ഒപ്പിച്ചു. അപ്പോൾ ലീഗ് മാച്ചസിൽ നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് ആണ്. ഓക്കേ, സീ യു ദെൻ. വോളിബോൾ എന്ന ഗെയിമിനെ ഒരു ആഘോഷമാക്കി മാറ്റാൻ ഒരുങ്ങുന്ന വോളിബോൾ പ്രീമിയർ ലീഗിൻ്റെ എക്സ്ക്ലൂസീവ് ഷോ മാച്ചിലേക്ക് എല്ലാ സ്പോർട്സ് പ്രേമികൾക്കും
വോളിബോൾ എന്ന മോസ്റ്റ് എക്സൈറ്റിംഗ് ആയ ഈ ഗെയിമിനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുക എന്താ ലേറ്റ് എന്നത് മാത്രമല്ല ഈ VPLന്റെ ഉദ്ദേശ ലക്ഷ്യം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും മൈതാനങ്ങളിലും ആസ്വദിച്ച് ഈ ഗെയിം കളിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളുടെ ഒരു ലോകം ഒരുക്കുക. ഇതാണ് വാസ്തവത്തിൽ VPLന്റെ ലക്ഷ്യം. ഒപ്പം ജിമ്മി ജോർജ് എന്ന പ്രതിഭാശാലിയായ ലെജൻഡറി ആയിട്ടുള്ള വോളിബോൾ പ്ലെയറെ ഓർക്കാനും അദ്ദേഹത്തെ ആദരിക്കാനുമുള്ള ഒരു അവസരമായി കൂടി ഇത് മാറുന്നു. ക്രിക്കറ്റിനോടുള്ള നമ്മളുടെ കാഴ്ചപ്പാട് 1983 വേൾഡ് കപ്പ് മാഡം, ടീം ലൈനപ്പായി IG ആണ് ചീഫ് ഗസ്റ്റ്. അവർ വന്നാലുടൻ കളി തുടങ്ങേണ്ടി വരും. വോളിബോൾ എന്നുള്ള ഗെയിമിനോടുള്ള പൊതുജനങ്ങളുടെ ആഭിമുഖ്യത്തിൽ തന്നെ ബാസി എന്താ ആരും എത്താത്തെ? എന്റെ ചേച്ചി എല്ലാവന്റെ മൊബൈൽ ഔട്ട് ഓഫ് റേഞ്ചാ. അവരുടെയൊക്കെ വീട്ടിൽ പോയി നോക്കാൻ ആരെങ്കിലും വിട്ടാലോ? എന്നാത്തിനാ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഗെയിം ടൈം കഴിയും. പിന്നെ പോയിട്ട് എന്താ കാര്യം? ഇനി ഇവിടുത്തെ ഗേറ്റ് വല്ലതും കൂടിയും കിടപ്പണമെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. As we say, well begun is half done. മാഡം, 5 മിനിറ്റ് സമയം തരാം. അതിനപ്പുറം ടൈമില്ല. ടീം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ടീം ഈ ഷോ മാച്ച് കളിക്കും. അവരിപ്പോ വരും സർ. എന്താ മാഡം ഇത്? 2 ടീമുകളാണ് ഇന്നത്തെ ഷോ മാച്ചിൽ മാറ്റുരയ്ക്കുന്നത്. ഇറ്റ്സ് കരിങ്കുന്നം സിക്സേഴ്സ് വേഴ്സസ് സതേൺ വാരിയേഴ്സ്. എൻജോയ് ദ ഗെയിംസ്. നമ്മുടെ ചീഫ് ഗസ്റ്റ് IGF Prisons ഹരിത കൃഷ്ണൻ എത്തിയിരിക്കുകയാണ്. ഷീസ് ഹിയർ വിത്ത് us now. Let's welcome her onto the dais. Thank you. So now I invite Haritha Krishnan to speak a few words to launch this event. നമസ്കാരം. വോളിബോൾ എന്ന ഗെയിമുമായി എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റായ പ്രിസൻസിൽ ഞങ്ങൾക്കൊരു കൊച്ചു വോളിബോൾ ടീമുണ്ട്. വലിയ പ്ലെയേഴ്സ് ഒന്നുമല്ല, ഒരു ടൂർണമെൻറ്റിൽ കളിക്കാൻ വേണ്ടിയുമല്ല. പക്ഷെ അവർ കാണിക്കുന്ന ആത്മാർത്ഥതയും സ്പോർട്സ്മാൻഷിപ്പും ഫൈറ്റിംഗ് സ്പിരിറ്റും എല്ലാം നമുക്കെല്ലാവർക്കും വലിയൊരു പ്രചോദനമാണ്. മാത്രമല്ല, സ്പോർട്സിനെ നമ്മൾ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചാലും ആ സ്പോർട്സ്മാൻഷിപ്പ് ഓരോ സ്പോർട്സ്മാന്റെ ഉള്ളിലില്ലെങ്കിൽ വിഷ്ണു, നിങ്ങൾ എവിടെയായിരുന്നു ഇതുവരെ? ടൈമായി. ടീം ലൈനപ്പിൽ ചെറിയൊരു മാറ്റമുണ്ട്. കരിങ്കുന്നം സിക്സസിന്റെ പ്ലെയേഴ്സ് എത്താത്തതുകൊണ്ട് പകരം ഈ മാച്ചിൽ മലബാർ ബ്ലാസ്റ്റേഴ്സ് സതേൺ വാരിയേഴ്സിനെ നേരിടും. മാഡം, മാഡത്തിന് എന്നെ മനസ്സിലായോ? പിന്നെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സിറ്റുവേഷനിലാണല്ലോ തന്നെ കണ്ടത്. സോ ഐ വോണ്ട് ഫർഗെറ്റ് യുവർ ഫേസ്. വന്ദന, ഐ റിയലി ഫെൽറ്റ് സോറി ഫോർ യു യെസ്റ്റർഡേ.
ഇതിലെന്തോ ഉൾക്കളി നടന്നതായി എനിക്ക് ഊഹിക്കാം. അതെങ്ങനെ? ഈ വേഷത്തിനകത്തല്ലേ ജീവിതം. സോ ഹൗ കൻ ഐ ഹെൽപ്പ് യു? മാഡത്തിന് എൻ്റെ അവസ്ഥ മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ നേരെ കാര്യം പറയാം. ഇന്നലത്തെ സ്പീച്ചിൻ്റെ ഇടയിൽ എവിടെയോ മാഡം പറഞ്ഞൊരു കാര്യം. എന്താണ്? ജയിലിൻ്റെ അകത്തുള്ള വോളിബോൾ ടീം. ആ ടീമിനെ എനിക്ക് തരൂ. എന്നുവെച്ചാൽ അടുത്ത മാസം ലീഗ് മാച്ച് തുടങ്ങാം. ഞാനിനി ഏത് ടീമിനെ തപ്പിയെടുത്താലും അവരത് റാഞ്ചിക്കൊണ്ടു പോകും. അതാണ് അവരുടെ അജണ്ട. ആരും റാഞ്ചാത്ത ഒരു ടീം എനിക്ക് വേണം. എനിക്ക് അനുവദിക്കാം. DGP ഇങ്ങനെയുള്ള ജയിൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ആർ യു ഷുവർ? ജയിലിനകത്ത് ഇറ്റ്സ് എ ഡിഫറെന്റ് വേൾഡ്. അവരുടെ ആറ്റിറ്റ്യൂഡ്, കൾച്ചർ എല്ലാം ഇറ്റ്സ് ഹൈലി റിസ്കി. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല മാം. ഇവിടെ ഞാൻ തോറ്റ. പ്ലീസ്. ഐ ഗെറ്റ് ഇറ്റ്. വെൽഫെയർ ഓഫീസർ ഇങ്ങോട്ട് വിടും. എന്താടാ ക്ലാസ്, നമ്മളെ കളിപ്പിക്കില്ലേ? നിങ്ങക്ക് നിങ്ങളുടെ ബ്ലോക്കിൽ കളിച്ചാ പോരെ? ഞങ്ങൾ ഈ ചെറിയ കോർട്ടിലൊക്കെ കളിച്ചോളാവേ. അവിടെ ആവുമ്പോ ഒരു ത്രില്ലില്ല. ഇവിടെ ആവുമ്പോ എല്ലാരും ഉണ്ടല്ലേ. ഓ അത് ശരി. താങ്കോ. ബ്രൂണോ, എടാ ലാലുവേ, ആരൊക്കെടാ ക്യാപ്റ്റന്മാര്? ആ മൂലയിലെ ക്യാപ്റ്റൻ നീ, ഈ മൂലയിലെ ക്യാപ്റ്റൻ ഞാൻ. കളിയടാ. ആ വാ തുടങ്ങാം. ശശാങ്ക, നീ അലമ്പാക്കരുത്, മര്യാദക്ക് കളിക്കണം. ശശാങ്ക, കളിക്കുമ്പോ ആളും താരും നോക്കി കളിക്കോ. കൈക്കോര പണിയുണ്ടാക്കല്ലേ. പിന്നെന്തിന് ലാലുണ്ടെ മാങ്ങ പറിക്കാൻ പോയിരിക്കണ? പോടാ ശശാങ്ക, ഗെയിം അലമ്പാക്കരുത്. നീ പോ. എന്തോ പോകാൻ. ലാലു അടിക്കടാ. Hey, let's get them. Yeah, come on, let's get him, get him. നീ ആരെയും അടിച്ചതറിയാം? സിംഹ കുട്ടിയാ. അടിയടാ, നീ അടി. നീ ഹോയങ്ങ് അണിച്ചാ മതി. വേറെ കൈ വെച്ചിടാ മോനെ. നീ ആര്? പുലിക്കുട്ടിയാ? പുലിക്കുട്ടിങ്ങി വാ. വാടാ വാടാ. ഇവിടെ കൈ ഒഴിവുണ്ട്. അണ്ണാ, അയ്യോ എന്താ അറിഞ്ഞ? അപ്പൊ അറിഞ്ഞില്ലേ? എന്താ പറ? അറിഞ്ഞില്ലേ? പറയടാ. പറയാം. പിന്നെ ശശാങ്കേണ്ട, നമ്മളെല്ലാവരെയും വോളിബോൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനേ നാളെ ഒരു വനിതാ കോച്ച് വരുന്നുണ്ട്. ആണടാ? സത്യം? സത്യം.
തലയിൽ വെള്ളം തന്നിന് ജലദോഷവും വരുമല്ല. ചെന്നൊരു ആവി പിടിക്കാം. പുതിയ വോളിബോൾ കോച്ചാണ്, DGPയുടെ ഓർഡറാ. ഒന്ന് വെയിറ്റ് ചെയ്യൂ. അകത്തേക്ക് വന്നോളൂ. വേഗം വാ. ഇവിടെ ഇപ്പം നടയടിയില്ലേ? എന്താ വേണോ? അയ്യോ വേണ്ടായേ. ആ വന്ദന മേഡമല്ലേ? ഞാൻ ജയിലിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഭരണദാസ്. വരണം. IG പറഞ്ഞിരുന്നു എല്ലാ ഹെൽപ്പിനും താങ്കൾ കൂടെ ഉണ്ടാവുമെന്ന്. ഓ ഈ IG മാഡത്തിൻ്റെ ഒരു കാര്യം വെറുതെ നമ്മളെ പറ്റി. എവിടെയാ കോർട്ട്? എവിടെയാ? വരണം, കാണിച്ചുതരാം. ഇവരങ്ങനെ വയലന്റ് ആവില്ലായിരിക്കും അല്ലേ? അല്ല ആയാലും അതിനുള്ള ഫോഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. എന്ത് ഫോഴ്സ്? 1200 എണ്ണത്തിനും കൂടി 40 പോലീസ് ഉള്ളത്. പിന്നെ അത് 10 എണ്ണം ലീവും. എല്ലാരും കുഴപ്പക്കാരൊന്നുമല്ല, ചിലരേ ഉള്ളൂ. നിന്ന് കുടുങ്ങാതെ എടുത്തോണ്ട് പോടേ. ഈ പാവത്തുങ്ങളിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ലേ സാറേ? ഓ സാറിവിടെ എത്ര വർഷമായി? 25 വർഷമായി. തന്നല്ലേ? 25 വർഷമായിട്ട് ജയിലില്ല. ഓ ഒരു കുറ്റവും ചെയ്യാതെ 25 വർഷം ജയിലില്ല അല്ലേ? കഷ്ടപ്പെട്ട ഉയിര്. അയ്യോ താക്ക് താക്ക് നടക്ക് നടക്ക്. ഹലോ സാറേ, ഇതാണ് പുതിയ വോളിബോൾ കോച്ച്. നല്ല ചന്തം. നീ ഒന്നും വരുന്നില്ലേ? എന്തായിരുന്നു? വേറെ പണിയില്ലേ? വേണ്ടെങ്കിൽ വേണ്ട. തേനും പാലും ഒലിപ്പിച്ച് തീർന്നെങ്കിൽ അങ്ങോട്ട് നടക്കണേ. നടക്ക് നടക്കായി. എന്ത് നല്ല ഒരു ഷർട്ട് എടുത്തിടാവുള്ളായിരുന്നില്ലേ? ഏത് ഷർട്ട് ഇട്ടാലും 1108 3 വർഷം തന്നല്ലേ. നടക്കണേ. ഏയ് ഇങ്ങ് വന്നേ. മനസ്സിലായ? അതേപോലെ തന്നെ അനീസിയ മതിൽക്കെട്ടുകൾക്കുള്ളിലെ ആശ്വാസത്തിന്റെ ചെവന്തിപ്പൂക്കൾ വാരി ആ ഇത് വന്ദന മാഡം, നമ്മുടെ IG മാഡത്തിന്റെ നിർദ്ദേശപ്രകാരം ജയിലിൽ വന്ന പുതിയ വോളിബോൾ കോച്ച്. ഇനി ശാസ്ത്രീയമായി എങ്ങനെ വോളിബോൾ കളിക്കാമെന്ന് വന്ദന മാഡം നിങ്ങളെ പഠിപ്പിച്ചു. ഓക്കെ? അയ്യോ തുടങ്ങല്ലേ. ഞാനുണ്ട്. എന്തോന്നല്ലേ? ഹലോ, ടീമിൽ പേര് കൊടുക്കാൻ താമസിച്ചു. നിനക്ക് താല്പര്യമില്ലെന്നല്ലേ നേരത്തെ പറഞ്ഞത്? ആര് പറഞ്ഞു? ഇനി അവ അങ്ങനെ പറഞ്ഞാൽ തന്നെ സാർ നിർബന്ധിക്കും. പിന്നെ നിർബന്ധിക്കുകയല്ല, നിന്നെ ലേലത്തിൽ വിളിക്കാം. നീ മഹേന്ദ്ര സിംഗ് ധോനിയല്ലേ? അതാര്? ആ നിന്റെ വെപ്രാളത്തിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. കാര്യമൊക്കെ മനസ്സിലായല്ലോ. അത് മതി മാഡം, ഞാൻ അങ്ങോട്ട് അങ്കിൾ ഗ്രൗണ്ടിൽ കാണാം.